ഹേയ്, വേഗം പോകൂ. വേഗം കുതിരയുടെ കടിഞ്ഞാണുകൾ വേഗം വലിച്ചു വിടൂ. എങ്ങും അപശകുനങ്ങളും ഒരു മൂകതയും. ഈ പകലിൽ കൂമനുകളും വാവലുകളും മൂളുകയും ചിറകടിക്കുകയും ചെയ്യുന്നു. എങ്ങും ഒരു ശ്മശാന മൂകത. ആളുകൾ ഒരു ദുഃഖവാർത്ത ശ്രവിച്ചതുപോലെ, എന്നെ ഇഷ്ടമില്ലാത്തവരെ പോലെ ആളുകൾ മുഖം തിരിച്ച് മറഞ്ഞു നിൽക്കുന്നു. ഹേയ്, വേഗം പോകൂ. എന്തോ ഒരു ദുർനിമിത്തം കാണുന്നു. രഥം വേഗം പാഞ്ഞു. നഗരം നിശബ്ദമാണ്. പീടികകൾ അടഞ്ഞു കിടക്കുന്നു. വർത്തക പ്രമാണിമാരാരെയും കാണുന്നില്ല. കൊട്ടാര കോട്ടവാതിൽ അടഞ്ഞു കിടക്കുന്നു. അയോധ്യ രാജധാനിയും കൊട്ടാരവും ശോകമൂകമാണ്. കാര്യമറിഞ്ഞപ്പോൾ ഞാൻ അന്തിച്ചുപോയി. അങ്ങിങ്ങായി ഋഷികളും കൊട്ടാര ഉപദേഷ്ടാക്കളും സാമന്തന്മാരും കാത്തു നിൽക്കുന്നു. അച്ഛൻ വാനത്തിലാണ്, ജ്യേഷ്ഠൻ വനത്തിലും. ഞാൻ ഉറയിലെ വാൾ തപ്പി, അത് അവിടെ തന്നെ ഉണ്ടായിരുന്നു. ഇതിനെല്ലാം കാരണക്കാരി എന്റെ മാതാ കൈകേയിയെ അറുത്തു വീഴ്ത്തുവാനുള്ള അരിശമുണ്ടായിരുന്നു. സ്ത്രീവധം, വിശിഷ്യ മാതൃഹത്യ. ഇല്ല, പാടില്ല. ഒന്ന് തീരുമാനിച്ചു. സ്വന്തം കണ്ടം ഛേദിച്ച് ഇതിൽ നിന്നും മുക്തി നേടാം. ഞാൻ ഉറയിൽ നിന്നും മിന്നിത്തിളങ്ങുന്ന വാൾ വലിച്ചൂരി എന്റെ കണ്ടത്തിന് നേരെ വീശി. അപ്പോൾ ശത്രുഘ്നനും തടഞ്ഞില്ലായിരുന്നെങ്കിൽ എന്റെ കഴുത്തിൽ നിന്നും തല വേർപെട്ടേനെ. ശത്രുഘ്നന്റെ ആ പ്രതിരോധം എന്നെ സാമാന്യ ബോധത്തിലേക്ക് തിരിച്ചു കൊണ്ടുവന്നു. എന്റെ നേരെ വന്ന മാതാ കൈകേയിയെ ഞാൻ രൂക്ഷമായി നോക്കി. എന്നാലും ഇത്രയും ആകാമോ? പുത്രസ്നേഹത്തിന് ഒരു അതിരില്ലേ? പ്രജകൾ ഈശ്വരതുല്യം സ്നേഹിക്കുന്ന പുരുഷോത്തമനായ രാമനെ കാട്ടിലയക്കുക, എന്നെ രാജാവാക്കുക, അസംഭവ്യം. ഞാൻ വനത്തിലേക്ക് തിരിച്ചു. എന്നോടൊപ്പം ആളുകൾ ശത്രുഘ്നനും വസിഷ്ഠ മുനിയും. ഞാൻ വനത്തിലേക്ക് പോകുന്നു എന്ന വാർത്ത അറിഞ്ഞെത്തിയ വൻ ജനാവലിയും. ഒരു തേരിൽ വസിഷ്ഠ മുനിയും അരുന്ധതിയും, മറ്റൊന്നിൽ മാതാ കൗസല്യയും സുമിത്രയും. ഞാനും ശത്രുഘ്നനും കാൽനടയായി. ഗുഹൻ വഴികാട്ടിയായി. ചിത്രകൂട പർവ്വത താഴ്വരയിൽ മുഴുവൻ ജനങ്ങളോടും വിശ്രമിക്കാൻ നിർദ്ദേശിച്ച് ഞങ്ങൾ 6 പേരും രാമാശ്രമ വനിയിലെത്തി. അച്ഛന്റെ മരണവാർത്ത അറിയിച്ചു. അദ്ദേഹം കണ്ണീരൊഴുകി വിലപിച്ചു. മുനി വസിഷ്ഠൻ ആശ്രമ പരിസരത്ത് ഉദയക്രിയയ്ക്ക് ഏർപ്പാടുണ്ടാക്കിയതിനു ശേഷം അയോധ്യ രാജധാനി അനാഥമാണെന്നും എനിക്ക് രാജഭരണത്തിൽ താല്പര്യമില്ലെന്നും അറിയിച്ചു. മാതാക്കളും മുനിശ്രേഷ്ഠനും ശത്രുഘ്നനും വളരെ നന്നായി തിരിച്ചു വരാൻ അപേക്ഷിച്ചു. ഇല്ല, 14 വർഷം. ഈ കാനനമാണ് എന്റെ അയോധ്യ. തിരിച്ചുവരവ് 14 വർഷത്തിന് ശേഷം മാത്രം. ജ്യേഷ്ഠൻ തന്റെ ദൃഢമായ വാക്കുകളിൽ നിന്നും പിന്നോട്ടില്ല. 14 വർഷത്തിന് ശേഷം തിരിച്ചു വരാത്ത പക്ഷം ഒരു അഗ്നികുണ്ഡം കൂട്ടി അതിൽ പ്രവേശനം നടത്തുമെന്ന് ഞാൻ പ്രതിജ്ഞ ചെയ്തു. ജ്യേഷ്ഠ, താങ്കൾ വരുന്നില്ലെങ്കിൽ താങ്കളുടെ കാൽപാദങ്ങൾ സംരക്ഷിക്കുന്ന പാദുകങ്ങൾ നൽകണം. അതിനെ പ്രതീകമാക്കി എനിക്ക് രാജഭരണം സഫലമാക്കാം. അദ്ദേഹം അതനുസരിച്ചു. ഞാൻ ഭക്ത്യാദരപൂർവം പാദുകങ്ങൾ ഏറ്റുവാങ്ങി ശിരസിലേക്ക് വച്ചു. അയോധ്യയിലേക്ക് തിരിച്ചു. ശ്രീരാമ സാന്നിധ്യമില്ലാത്തതിനാൽ അയോധ്യ രാജധാനി ശോകമൂകമാണെന്ന് എനിക്ക് തോന്നി. അതുപോലെ തന്നെ മാതാ കൈകേയിയുടെ സാന്നിധ്യം എനിക്ക് നിന്ദ്യമായി അനുഭവപ്പെട്ടു. ആയതിനാൽ രാജകീയ സൗകര്യങ്ങളെല്ലാം വെടിഞ്ഞ് രാജധാനിക്ക് അടുത്തുള്ള നന്ദി ഗ്രാമത്തിൽ പാദുകങ്ങൾ പ്രതിഷ്ഠിച്ച് രാജഭരണം സഫലമാക്കി. ജ്യേഷ്ഠന്റെ തിരിച്ചുവരവിന് ശേഷം രാജഭരണം ഏൽപ്പിച്ച് സ്വസ്ഥമായി. അപുത്രതാ ദുഃഖത്താൽ ക്ലേശിച്ച രാജ ദശരഥൻ പുത്രകാമേഷ്ടി യാഗം നടത്തി. അതിൽ നിന്ന് ഉയർന്നു വന്ന മൂർത്തി നൽകിയ പായസം കഴിച്ച് കേകേയ പുത്രിയായ കൈകേയി പ്രസവിച്ചു. വിഷ്ണു
രഘുവംശജാതനായ ഭരതൻ, ഭാര്യ മാണ്ഡവി, സുബാഹുവും ശൂരസേനൻ എന്നും 2 പുത്രന്മാർ. ശ്രീരാമചന്ദ്രന്റെ അയോധ്യ ഭരണകാലത്ത് ഗന്ധർവന്മാരുടെ ഉപദ്രവം സഹിക്കാൻ വയ്യാതായപ്പോൾ അവരെ അമർച്ച ചെയ്ത് ഭരണം സുഖകരമാക്കി. സിന്ധു നദീതീരത്ത് 2 ഗ്രാമങ്ങൾ പണിത് പുത്രന്മാരെ അവിടെ താമസിച്ചു. അന്ന് ജ്യേഷ്ഠൻ തന്റെ സരയൂ നദീതീരത്തേക്ക് എല്ലാം ഉപേക്ഷിച്ച് ഓളപ്പരപ്പിലേക്ക് അടുക്കുന്നതായി കണ്ടു. ഞങ്ങളും നോക്കി നിന്നില്ല. ഞങ്ങൾ അദ്ദേഹത്തെ പിന്തുടർന്നു.